ചില ആളുകൾ പറയാറുണ്ട് ആരോഗ്യ ഇൻഷുറൻസിൽ അടയ്ക്കുന്ന പ്രീമിയം വളരെ കൂടുതലാണെന്ന്. ഇതിനുള്ള 2 പരിഹാരങ്ങളാണ്. ഒന്ന് കോ പേയ്മെൻറ്റ്, 2 ഡിഡക്റ്റബിൾ. കോ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യവും ഒരു ആശുപത്രി ബില്ല് വരുമ്പോൾ അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം നിങ്ങൾ അടയ്ക്കുകയും ബാക്കി എമൗണ്ട് കമ്പനി അടയ്ക്കുകയും ചെയ്യുന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ 10,000 രൂപ ആശുപത്രി ബില്ലായെങ്കിൽ നിങ്ങൾ കോ പേയ്മെൻറ്റ് വെച്ചിരിക്കുന്നത് 20% ആണെങ്കിൽ 2,000 രൂപ നിങ്ങൾ അടയ്ക്കുകയും ബാക്കി 8,000 രൂപ കമ്പനി അടയ്ക്കുകയും ചെയ്യും. നിങ്ങൾക്ക് എത്ര കോ പേയ്മെൻറ്റ് വെക്കണമെന്ന് തീരുമാനിക്കാവുന്നതാണ്. ഡിഡക്റ്റബിൾ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിലെ ആദ്യത്തെ ബില്ലിൽ മാത്രം വരുന്ന ഒരു കാര്യമാണ്. അതായത് ഹോസ്പിറ്റൽ ബില്ല് 10,000 ആയെങ്കിൽ ഡിഡക്റ്റബിൾ 20% ആണെങ്കിൽ 2,000 രൂപ നിങ്ങൾ അടയ്ക്കുകയും 8,000 രൂപ കമ്പനി അടയ്ക്കുകയും ചെയ്യും. എന്നാൽ ഇത് ആദ്യത്തെ ബില്ലിൽ മാത്രമാണ് കേട്ടോ. തുടർന്ന് വരുന്ന ഓരോ ബില്ലിലും 100% കമ്പനി തന്നെ അടയ്ക്കും. കോ പേയ്മെൻറ്റിൽ ഓരോ ബില്ലിലും നിശ്ചിത എമൗണ്ട് നമ്മൾ കൊടുക്കണമെങ്കിൽ ഡിഡക്റ്റബിളിൽ ആദ്യത്തെ ബില്ലിൽ മാത്രമാണ് ഈ നിശ്ചിത എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ ആരോഗ്യ ഇൻഷുറൻസിൽ ഇനി അങ്ങോട്ട് ചെലവുകൾ കൂടാൻ പോകുന്നതേ ഉള്ളൂ. കാരണം GST കംപ്ലീറ്റ്ലി മാറ്റിയിരിക്കുകയാണ്. ഇതുമൂലം ഇൻഷുറൻസ് കമ്പനികൾക്ക് ചെലവ് വളരെ കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഉറപ്പായും അവർ പ്രീമിയം കൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. അതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഇതുവരെ എടുത്തിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ എഴുതി വെച്ചോളൂ. ഉറപ്പായിട്ടും 1 മാസത്തിനും 3 മാസത്തിനും ഉള്ളിൽ എല്ലാ കമ്പനികളും തങ്ങളുടെ പ്രീമിയം കൂട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ആരോഗ്യ ഇൻഷുറൻസ് എടുക്കേണ്ടത് മുന്നോട്ടുള്ള ക്ലെയിമിൽ നിങ്ങൾക്ക് നല്ല സർവീസ് കിട്ടും എന്ന് ഉറപ്പുള്ള അഡ്വൈസേഴ്സിൻ്റെ അടുത്തു നിന്നാണ്. ഞങ്ങൾ എലിഫൻ്റ ഇൻഷുറൻസ് 10ഓളം പ്രമുഖ അഡ്വൈസേഴ്സ് വർക്ക് ചെയ്യുന്ന ഒരു ടീമാണ്. ഇന്ത്യയിലെ എല്ലാ പ്രധാന ഇൻഷുറൻസ് കമ്പനികളുടെയും പോളിസികൾ നമ്മുടെ അടുത്ത് ലഭ്യമാണ്. ഓരോ കസ്റ്റമേഴ്സിനും അവരുടെ ആവശ്യത്തിനനുസരിച്ച് അവരുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ഒരു പോളിസിയാണ് നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്. ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് എലിഫൻ്റ ഇൻഷുറൻസിനെ എപ്പോൾ വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്.